റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം. ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തയാഴ്ച റഷ്യയിലേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ച സമാധാന പദ്ധതി ചർച്ചയാകും. മോദിയുടെ മധ്യസ്ഥത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. ജിഷ്ണു കൃഷ്ണൻ, ഐസൻ ജോസ് എന്നിവരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കാരണം ഈ യുക്രൈൻ സംഘർഷം ആരംഭിച്ചത് മുതൽ പല പ്രധാന ലോകരാജ്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഭാരതത്തിന് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനാകുമെന്ന്, ഭാരതം ഇതിൽ ഇടപെടണമെന്ന് പരോക്ഷമായി പോലും ആവശ്യപ്പെട്ടവർ ഏറെ. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നിർദ്ദേശിച്ച സമാധാന കരാറുകളിലെ കാര്യങ്ങളുമായാണ് അജിത് ഡോവൽ യാത്ര തിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏറെ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ 2.5 വർഷത്തോളമായി തുടരുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിരവധി പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുള്ള റഷ്യ യുക്രൈൻ യുദ്ധം, കൊറോണ എന്ന മഹാമാരിക്ക് തൊട്ടുപുറകെയും ലോക സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടു വരുന്ന ഇടയ്ക്കാണ് ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്നതും. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിസന്ധികളിലേക്കും ഈ ഒരു യുദ്ധം കടന്നുപോയപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിനിടയിൽ ഒരു സമാധാന കരാർ കൊണ്ടുവരുന്നതിന് ഭാരതത്തിന് നിർണായകമായ പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടിയുമായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുന്നത്. റഷ്യയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള റഷ്യൻ ഭരണാധികാരികളുമായി ഈ ഒരു വിഷയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ റഷ്യയിലും ഓഗസ്റ്റിൽ യുക്രൈനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു. റഷ്യയിൽ അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായി ഇത് യുദ്ധത്തിന്റെ കാലമല്ല, യുദ്ധത്തിലൂടെയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്, സമാധാന ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കേണ്ടതാണ് എന്ന കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസമാണ്, ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നതും അവിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാ തരത്തിലുമുള്ള ഇടപെടൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, സമാധാന ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിരുന്നു. അത് ഈ ഒരു സമയത്ത് മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതവും മുൻപോട്ട് വെച്ചത് ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ പുതിയൊരു യുഗം എന്നുള്ളത് യുദ്ധത്തിലൂടെ, ആളുകളുടെ ജീവനെടുത്തുള്ള യുദ്ധത്തിലൂടെയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്, ഈ വിഷയം സമാധാനത്തിലൂടെ പരിഹരിക്കണം, അതിന് മുൻപിൽ നിൽക്കാൻ ഭാരതം ഉണ്ടാകുമെന്നും വളരെ കൃത്യമായ സന്ദേശം ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അത് മാത്രമല്ല, ഭാരതത്തിന്റെ നിലപാടുകളോട് റഷ്യയും യുക്രൈനും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കും, അത് ഉൾക്കൊള്ളും എന്നുള്ളത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ തെളിയിച്ചതുമാണ്. കാരണം ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവുകയും യുക്രൈനിൽ ധാരാളം ഭാരതത്തിന്റെ പൗരന്മാർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൗരന്മാർ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ ഇന്ത്യ അവിടെ നിന്നൊരു ആളുകളെ തിരിച്ചെത്തിക്കുന്ന വളരെ കൃത്യമായ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. ആ ഒരു സമയത്ത് ഈ ഭാരതത്തിന്റെ പൗരന്മാർക്ക് യാത്ര ചെയ്യുന്നതിന്, അതിർത്തിയിലേക്ക് എത്തുന്നതിന് ഈ വളരെ കൃത്യമായി യുക്രൈനും റഷ്യയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഈ ഒരു ആളുകൾ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നുള്ള പ്രവർത്തനത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ നിലപാട് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഒരു വിഷയത്തിൽ, റഷ്യൻ യുക്രൈൻ വിഷയത്തിൽ ഇടനിലക്കാരാവാൻ അല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കാൻ ഭാരതത്തിന് സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായി വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ നിർണായകമായ ഒരു സന്ദർശനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. അജിത് ഡോവലിനെ സംബന്ധിച്ച തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് സൈനിക നീക്കമാണെങ്കിലും അല്ലെങ്കിൽ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൈകാര്യം ചെയ്തതിനും മിടുക്ക് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അദ്ദേഹം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള സൈനിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും, അതിൽ ഭാരതത്തിന് എന്ത് ഇടപെടൽ നടത്താൻ സാധിക്കും, എങ്ങനെ അതിന്റെ മധ്യസ്ഥത
വഹിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി ഭാരതത്തിന്റെ നിലപാട് റഷ്യയെ അറിയിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു സന്ദർശനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ നടത്തുന്നത്. അടുത്ത ആഴ്ച അദ്ദേഹം റഷ്യയിലെത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുമായും ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തും. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലൂടെ ഭാരതത്തിന്റെ ഇടപെടലിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിലവിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലം വരെ ലോക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു രണ്ട് അച്ചുതണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈന അമേരിക്ക അച്ചുതണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ലോക രാഷ്ട്രീയം മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് അതിന് വലിയ മാറ്റം വരുന്നു. ഭാരതം വലിയൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ലോകത്തിന് മുൻപിൽ മാറുകയും ഏതൊരു രാഷ്ട്രത്തിനും സ്വീകാര്യമാകുന്ന നിലപാടുകൾ പറയുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും അത് ഭീകരവാദത്തിനെതിരെയാണെങ്കിലും യുദ്ധത്തിനെതിരെയാണെങ്കിലും വിവിധ ലോക രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിലും ഇന്ന് ഭാരതം പറയുന്ന നിലപാടുകൾക്ക് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുന്നു. ഇത്തരത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു യുദ്ധത്തിന് പരിഹാരം കാണാൻ അതൊരു സമാധാന ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഭാരതത്തിന് സാധിച്ചാൽ തീർച്ചയായും ലോകത്തിന്റെ നെറുകയിലേക്ക് ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമാകുന്നൊരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറാൻ ഭാരതത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ ഭാരതം അത്തരത്തിലൊരു പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും.